നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവൽക്കരണം കടുപ്പിച്ചുകൊണ്ട് സൗദി പ്രവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഓരോ ഘട്ടമായി നടത്തുന്ന ഈ സ്വദേശിവൽക്കരണം പ്രവാസികൾ കൂടുതലായി തൊഴിൽ ചെയ്യുന്നിടത്തേക്കും വന്നിരിക്കുന്നു. അതെ, രാജ്യത്തെ ഫൺ സിറ്റികളിലും അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും ഇനി മുതൽ സൗദികൾക്ക് മാത്രമാണ് ജോലി ചെയ്യാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട സൗദി മനുഷ്യ വിഭവ സാമൂഹിക വികസന മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് സെപ്റ്റംബർ 24 മുതൽ പ്രാബല്യത്തിൽ വന്നു. സൗദികൾക്ക് മാത്രമായി നിശ്ചയിക്കപ്പെട്ട ജോലികളിൽ മറ്റുള്ളവരെ നിയമിച്ചാൽ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ സ്ഥിരമായുള്ളതും സീസൺ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതുമായ ഫൺ സിറ്റികൾ, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകൾ എന്നിവിടങ്ങളിലും ജോലികളിൽ 70% സൗദികൾക്ക് മാത്രമായി നിശ്ചയിക്കപ്പെട്ടതായും മന്ത്രാലയം വ്യക്തമാക്കി. അതേപോലെ മാളുകൾക്കകത്ത് പ്രവർത്തിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകളിൽ 100% ജോലികളും സൗദികൾക്ക് മാത്രമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ വിനോദ കേന്ദ്രങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സൗദിവൽക്കരണം നടപ്പിലാക്കുന്നതിനായി അനുവദിച്ച ഗ്രേസ് കാലാവധിക്ക് ശേഷവും അത് നടപ്പിലാക്കാതിരിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൗദികൾക്ക് മാത്രമായി മാറ്റിവയ്ക്കപ്പെട്ട ജോലികളിൽ സൗദികളല്ലാത്തവരെ നിയമിക്കലും ഓരോ സ്ഥാപനത്തിനും നിർണയിച്ചു നൽകിയ സൗദിവൽക്കരണ തോത് പാലിക്കാതിരിക്കലും നിയമലംഘനമായി കണക്കാക്കും. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ സ്വദേശി യുവതി യുവാക്കൾക്ക് മികച്ച തൊഴിൽ അവസരങ്ങൾ കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി. അതേസമയം ചില ജോലികളെ സ്വദേശിവൽക്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയതായി മനുഷ്യ വിഭവ സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. പെയിൻറ്റർ, ശുചീകരണ തൊഴിലാളികൾ, ബസ് ഡ്രൈവർ, ലോഡിംഗ്, അൺലോഡിംഗ് തൊഴിലാളികൾ, ബാർബർ, പംപ്ലിംഗ് തൊഴിലാളികൾ, പ്രത്യേക നൈപുണ്യവും സർട്ടിഫിക്കറ്റും ആവശ്യമുള്ള ഗെയിം ഓപ്പറേറ്റർമാർ തുടങ്ങിയ തസ്തികകളെയാണ് സ്വദേശിവൽക്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. നേരത്തെ നിതാഖാത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന സൗദിവൽക്കരണത്തിൻ്റെ തോതിന് അനുസൃതമായാണ് പുതിയ തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു.